ഗുഡ് മോർണിംഗ് കീർത്തി. ഗുഡ് മോർണിംഗ് കീർത്തി. ഇതാ നേരിട്ട് ഞാനിങ്ങ് ഗുഡ് മോർണിംഗ് ഷോ ഏറ്റെടുക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇതാ മന്ത്രി ശ്രീ പി രാജീവ് രാവിലെ ഉണ്ട്. രാവിലെ പതിവ് നടത്തമാണ് കണ്ടത്. ഇന്ന് സൈക്കിൾ ചവിട്ടു. അല്ല, ഇവരുടെ സൈക്കിൾ പരിപാടിയുടെ ഒരു ഉദ്ഘാടനം പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ വന്നാൽ അതൊന്ന് നിർവഹിച്ചു കൊടുത്തതാണ് അവർ. ഇന്ന് രാവിലെ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നടന്ന് തിരിച്ചും മാനവീയത്തിലാണ്. ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയില്ല. മാനവീയം തെരുവിലാണ്, ഈ വീതിയിലാണ്. അതെ അതെ, അവിടെ പിന്നെ ഒറിജിനൽ നടത്തും, ഇവിടെ പിന്നെ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള നടത്തം അല്ലേ. ഓക്കെ, ഈ മാനവീയത്തിൻ്റെ മാറ്റം, കേരളത്തിൻ്റെ ഒരു പൊതുമാറ്റവും ആളുകളുടെ ഒത്തുചേരലും ഒക്കെ ചേർന്നുള്ളൊരു അനുഭവവും കാഴ്ചയും. അല്ല, കേരളത്തിൽ പൊതു ഇടങ്ങൾ കുറെ കൂടി വരണമെന്നതാണ് നവകേരള സദസ്സിൽ പൊതുവെ എല്ലാ പ്രഭാത യോഗങ്ങളിലും വന്ന ഒരു ഭാഗമെന്നുള്ളത്. അപ്പോൾ അത് എല്ലായിടത്തും നമുക്ക് വികസിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. മാനവീയം നല്ല ഒരു പൊതു ഇടമായി വികസിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ ആളുകളും, ഇപ്പോൾ ഗായത്രി ആണെങ്കിൽ പോലും അതിന് പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ആളുകളും വരിക. സ്വാഭാവികമായിട്ടും പുതിയൊരു അനുഭവമായിട്ട് ഇത് മാറും. എല്ലായിടങ്ങളിലും ഇതേപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഞാൻ തിരുവനന്തപുരത്തും സംസാരിക്കുന്നു. അങ്ങയുടെ നഗരം എന്ന നിലയ്ക്ക് ഞാൻ കൊച്ചിയെ മാത്രം ഉദാഹരണത്തിനെടുത്താൽ, ഈ പൊതു ഇടം എന്ന നിലയിൽ കൊച്ചിയെ കൂടുതലായി എങ്ങനെയാണ് മഹാനഗരത്തെ ഡെവലപ്പ് ചെയ്യാൻ സർക്കാരിന് കഴിയുക? കൊച്ചിയിൽ നമുക്ക് കുറേയേറെ പൊതു ഇടങ്ങളുണ്ട്. ഇപ്പോൾ നഗരത്തിൽ തന്നെ ഇപ്പോൾ രാജേന്ദ്ര മൈതാനം, മറൈൻ ഡ്രൈവ്, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്, എല്ലാം ഗ്രൗണ്ട്, എല്ലാം അടുത്തടുത്ത് തന്നെയുള്ള നഗരങ്ങളിലൊക്കെ വലിയ പൊതുവിടങ്ങളാണ്. നഗരത്തിൽ പൊതുയിടങ്ങൾ കുറേയേറെ ശക്തമാണ്. എല്ലാ ഗ്രാമങ്ങളിലേക്ക് അത്തരം ഇടങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും പാരീഷ് ഹാളുകൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ, എല്ലാ മതത്തിലും അവരുടെ സംവിധാനങ്ങളുണ്ട്. എല്ലാ സാമുദായിക സംഘടനകൾക്കും അവരുടെ ഓഫീസുകളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഓഫീസുകളുണ്ട്. അപ്പോൾ എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയത്തിലും പെട്ടവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ അത് ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ്. ഈ പറഞ്ഞ പോലെ തൃശ്ശൂരായാലും കോഴിക്കോടായാലും ഒക്കെ എല്ലാ നഗരങ്ങളിലും നല്ല സൗകര്യങ്ങളുണ്ട്, പട്ടണങ്ങളിൽ സൗകര്യമുണ്ട്. അത് കുറെ കൂടി വികസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ മാനവീയത്തിൽ നിന്ന് നമ്മൾ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമായി പറഞ്ഞു വെച്ചത്. മിനിസ്റ്റർ, നമുക്ക് നവകേരള യാത്രയിലേക്ക് വരാം. 36 ദിവസം ഇനിയിപ്പം 4 നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് ജനുവരി 1, 2 ഇന്ന് ആ അർത്ഥത്തിൽ നേരത്തെ തീരുമാനിച്ചതുപോലെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. തുടക്കം മുതൽ നവകേരള സദസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനവും ഈ യാത്രയിൽ എങ്ങും കണ്ടില്ല എന്ന് വെച്ചാൽ ഏത് വലിയ മൈതാനവും നിറഞ്ഞു കവിയുന്നതാണ് താങ്കൾ അടക്കമുള്ള മന്ത്രിമാർ കണ്ടത്. ആ ഒരു അനുഭവവും താങ്കൾ വിശദീകരിച്ചതും വെച്ച് ചോദിക്കട്ടെ, ഇതൊരു വലിയ വിജയമാണ് എന്നാണ് വിലയിരുത്തൽ. അതിൻ്റെ ഘടകങ്ങൾ എന്താണ്? അല്ല, മൈതാനം ഇപ്പം ഇന്നലെ നമ്മൾ പാറശാല കണ്ടില്ലേ, വളരെ വലിയ മൈതാനമായിരുന്നു. പക്ഷേ എന്നിട്ടും അത്ര ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ഇതാണ് എല്ലായിടത്തും അനുഭവം എന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാ തലങ്ങളിലും. ഇതൊരു പാർട്ടി പരിപാടിയാക്കാൻ UDF ശ്രമിച്ചെങ്കിലും അങ്ങനെയല്ല. ഇന്നലെ ഇവിടെ ലത്തീൻ രൂപത ബിഷപ്പ് പങ്കെടുത്തല്ലോ. അദ്ദേഹം പറഞ്ഞു ചില പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്, പക്ഷേ സംവാദങ്ങളിൽ, ചർച്ചകൾ, ഡയലോഗിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. മറ്റെല്ലായിടത്തും വ്യത്യസ്തമായി അദ്ദേഹം വന്നത് പ്രഭാത യോഗത്തിൽ എങ്ങും ഇല്ലാത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു. ബിഷപ്പ് ഒരു ഷോളായിട്ട് വന്നത്, മുഖ്യമന്ത്രി ഷോൾ അണിയിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ എല്ലായിടത്തും എല്ലാ വിഭാഗവും വരുന്നു. മതപുരോഹിതന്മാർ, സാമുദായിക സംഘടനാ വക്താക്കൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ഹരിത കർമ്മസേന, കുടുംബശ്രീ, മത്സ്യത്തൊഴിലാളികൾ, ഇങ്ങനെ ആദിവാസി മൂപ്പന്മാർ, ഒരു ക്രോസ് സെക്ഷൻ അതിനകത്ത് വരുന്നു. നല്ലൊരു അനുഭവമായിട്ടാണ് അത് മാറിയത്. മന്ത്രിമാരെയൊക്കെ സംബന്ധിച്ചൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയാണത്. അല്ല, ആ ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണിതൊരു പാർട്ടി പരിപാടിയല്ല, ഇതൊരു തികഞ്ഞ സർക്കാർ പരിപാടിയാണ് എന്ന് മിനിസ്റ്റർ വിശദീകരിച്ചു. കാരണം അതിൻ്റെ ചില പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും സൂചിപ്പിച്ചു. പക്ഷേ ഇതൊരു പാർട്ടി പരിപാടിയാണെങ്കിൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കുടുംബശ്രീക്കാരെ കൊണ്ട് അണിനിരത്തി ഇരുത്തുന്നു, അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരെ കൊണ്ടിരുത്തി അണിനിരത്തി ഇത് സർക്കാർ പരിപാടി, ഒരു തരത്തിൽ സർക്കാർ പരിപാടി, ഒരു തരത്തിൽ പാർട്ടി പരിപാടി. ഇത് പറയുന്ന പ്രതിപക്ഷം കൂടുതൽ പരിമിതപ്പെട്ടു, കൂടുതൽ ചുരുങ്ങി എന്നുകൂടിയാണോ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് പ്രതിപക്ഷം അവരുടെ ഉള്ളിലേക്ക് തന്നെ ഉള്ളിലേക്കും തന്നെ നിൽക്കുന്നില്ല, അതിന് വല്ലാതെ ചുരുങ്ങി. ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രശ്നങ്ങളിലൊന്നും എങ്ങും കണ്ടിട്ടില്ല. ഇന്നലെ തന്നെ പ്രവാസി ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കലാപ്രേമി ബഷീർ അവിടെ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോരുമ്പോൾ വിളിച്ച് പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ നടപടിയൊക്കെ എടുക്കേണ്ടി ഒരു UDF, പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇനി മരിക്കാറായാലും എന്ത് നടപടിയാലും കുഴപ്പമില്ല എന്ന മട്ടിലാണ്. അപ്പോൾ എല്ലായിടത്തും ഈ അവസാന ഘട്ടത്തിൽ വരെ അപ്പുറത്തുനിന്നുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് കാരണം അവർക്കറിയാം ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് എല്ലാവരുടേതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇന്ന രാഷ്ട്രീയമുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട്. അത് ഒരു വിശാലമായ കേരളത്തിൻ്റെ ഒരു സംവിധാനമായി ഇത് മാറി നവകേരള സദസ്സ് എന്നുള്ളത്.
ഇന്നിപ്പോൾ DGP മാർച്ചിൽ കാണാം, മുഖ്യമന്ത്രിക്ക് മറുപടി അവിടെ എന്നൊക്കെയാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവത്തെ മാറ്റി തീർക്കാൻ തങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന അങ്കലാപ്പിൽ നിന്ന് ഒരു പുതിയ രൂപത്തിലെ കലാപത്തിനാണ് കഴിഞ്ഞ 2 ദിവസം ശ്രമിച്ചത്. ഇപ്പോൾ അടുത്ത ദിവസം അത് തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ തന്നെ അംഗീകാരം കിട്ടാതെ അവസ്ഥ വന്നിരിക്കുന്നു. അവരുടെ കുറ്റവിചാരണ സദസ്സുകളെല്ലാം തന്നെ സ്വാഭാവിക മരണത്തിലേക്ക് എത്തി. അപ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്നുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയാണ് ഇപ്പോഴത്തെ ഈ കലാപങ്ങൾക്ക് പുറകിലുള്ളത്. അതൊന്നുകൂടി അവർ ഒറ്റപ്പെടുത്തുക മാത്രമായിരിക്കും. ഒരു വിഷയം കൂടി, അതായത് ഇപ്പോൾ ബസ്സിൽ തുടങ്ങി കരിങ്കൊടിയിലും തല്ലിലും മാത്രമായി മാധ്യമങ്ങളുടെ നവകേരള സദസ്സിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സമീപനം, വിലയിരുത്തൽ പല സമയത്തും ചുരുങ്ങിപ്പോയിട്ടുണ്ടോ? അത് ഞാൻ പലപ്പോഴും പറഞ്ഞു. ചില ചാനലുകാർ രാവിലെ വന്നാൽ തന്നെ ഇത് മാത്രമാണ് ചോദിക്കുക. അപ്പോൾ അതല്ലല്ലോ, നവകേരളം ചർച്ച ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്കും അവരുടേതായ ഒരു പങ്കുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷെ ആ രൂപത്തിൽ ചില മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലർ വളരെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം തേടി നടന്നിട്ടുണ്ട്. യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയിൽ 4ാം തൂണെന്ന നിലയിൽ മാധ്യമങ്ങൾക്കും നവകേരള സദസ്സിനകത്തൊരു പങ്ക് വഹിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് പ്രധാനപ്പെട്ടത്. ഞങ്ങൾ ഒരു മാധ്യമം എന്ന നിലയിൽ കൈരളി ന്യൂസ് 140 മണ്ഡലങ്ങളിലൂടെ കടന്നു വന്ന് ഇത് ജനങ്ങളിൽ എത്തിച്ചാൽ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന നിലയിലാണ്, വിമർശനമടക്കം നിരീക്ഷണമടക്കം എന്തും വരട്ടെ എന്ന നിലയിലാണ് ഞങ്ങൾ അതിനെ സമീപിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെ വലിയ തോതിൽ പ്രേക്ഷകർ കൈരളി ന്യൂസിനെ കാണുകയും ചെയ്തു. ഇതിനിടയിൽ ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് മാധ്യമ ലോകത്തു നിന്നും വേറൊരു തരം വിമർശനമുണ്ട്. വാർത്താശേഖരണം വേണ്ടേ? ആ വാർത്താശേഖരണത്തെയാണോ സർക്കാർ തടസ്സപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന നിലയിലേക്ക് ഒരു പൊതു ചർച്ച മാധ്യമ ലോകത്തും രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ വാർത്താശേഖരണത്തിലൊന്നും പോലീസ് ഇടപെടാറില്ല. ഇതിപ്പോൾ ഏത് വകുപ്പോ, ഗവർണർക്കെതിരെ ഏത് വകുപ്പാ ചുമത്തിയെന്നുള്ളത് മന്ത്രിസഭ തീരുമാനിച്ചിട്ടല്ലോ. ഇപ്പോൾ ചിലർ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു, എന്നിട്ട് പോലീസിൻ്റെ വധശ്രമത്തിന് അവർ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ അത് പോലീസ് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വസ്തുതകളുടെ പിൻബലത്തിലായിരിക്കും പോലീസ് കേസുകൾ ചാർജ് ചെയ്യുന്നത്. അതിന് മറ്റ് വിശദാംശങ്ങൾ സാധാരണ ഇന്ന വകുപ്പ് ചാർജ് ചെയ്യണം, ഇന്ന ആളിനെ പ്രതിയാക്കണമെന്നൊന്നും മന്ത്രിസഭ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അത്തരം കാര്യങ്ങൾ ഇടപെടാറില്ല. പോലീസ് സ്വതന്ത്രമായ അന്വേഷണത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ വാർത്താശേഖരണത്തിനപ്പുറത്തേക്ക് വാർത്ത സൃഷ്ടിക്കുന്നതിലേക്ക് അത്തരം ഒരു വിമർശനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ? വരുന്നുണ്ട്. വാർത്ത സൃഷ്ടിക്കുക, വാർത്ത നിർമ്മിക്കുക, അതിലേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ പ്രധാനം. ഇന്ന രൂപത്തിൽ തന്നെ വേണം എന്ന നിലയിൽ മാധ്യമങ്ങൾ നേരത്തെ തന്നെ ചില ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മാധ്യമങ്ങളും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രീതിയിലാണോ ഇത്തരം പ്രവർത്തനം നടത്തിയെന്ന് അവരും പരിശോധിക്കും. അപ്പോൾ ഏതായാലും സമാപന ദിവസത്തിലേക്ക് കിടക്കും. താങ്ക് യു.